ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യൂത്ത് ഗൈഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പ്രകൃതിയിൽ പല കാലങ്ങൾ കാണുന്നത് പോലെ ഗ്രീഷ്മം, വസന്തം, ശിശിരം തുടങ്ങിയ പല കാലങ്ങൾ പോലെ മനുഷ്യനും മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതുകൊണ്ടാവാം പല കാലങ്ങൾ കാണുന്നത്. ഈ കാലങ്ങളിലോട് താതാത്മ്യം പ്രാപിച്ച് ജീവിക്കുവാനുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു വഴികാട്ടിയായി യൂത്ത് ഗൈഡ് പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. യൂത്ത് ഗൈഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നത് പ്രശസ്ത വാഗ്മിയും എഴുത്തുകാരിയും ഫാമിലി കൗൺസിലറുമായ ശ്രീമതി ഗ്രേസ് ലാലാണ്. മാഡത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോടുകൂടി മിസ്റ്റർ നവീനുണ്ട്. നവീൻ IT മാനേജറാണ്. അതുകൂടാതെ ജീസസ് യൂത്ത് പ്രൊഫഷണൽ മിനിസ്ട്രിയുടെ കോർഡിനേറ്റർ കൂടിയാണ്. യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കണ്ടുകൊണ്ടിരിക്കുന്നയാളാണ് മിസ്റ്റർ നവീൻ ജോസഫ്. നവീനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കത്ത് തികച്ചൊരു വ്യത്യസ്തതയാർന്ന കത്താണ്. നമുക്ക് അതിലേക്ക് പോകാം. എൻ്റെ ചേച്ചിയുടെ മകളെക്കുറിച്ചാണ് ഈ കത്ത്. അവൾക്ക് 27 വയസ്സുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു. ഈയിടെയായി വീട്ടുകാർ അവൾക്ക് കല്യാണാലോചനകൾ നടത്തുന്നുണ്ടായിരുന്നു. എത്ര പറഞ്ഞിട്ടും അവൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. പിന്നീടാണ് അറിഞ്ഞത് അവൾ കൂടെ ജോലി ചെയ്യുന്ന അന്യമത വിശ്വാസിയായ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെയാണ് താമസിക്കുന്നതെന്ന്. കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ഇത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു ചിന്തയാണ്. ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരാശയമാണ് അതിനകത്ത്. ഇന്ന് ധാരാളം ചെറുപ്പക്കാർ ജോലിക്കും അല്ലെങ്കിൽ പഠിക്കാനും ഒക്കെ ആയിട്ട് വീട് വിട്ട് പുറത്തു പോകുമ്പോൾ, ചിലപ്പോൾ കേരളത്തിനകത്തായിരിക്കാം, കേരളത്തിന് പുറത്തായിരിക്കാം, ഇന്ത്യക്ക് പുറത്തായിരിക്കാം. അപ്പോൾ അങ്ങനെ പുറത്തു പോകുമ്പോൾ അവർ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ കൂടെ താമസിക്കുക, മുറി ഷെയർ ചെയ്യുക. പിന്നീട് ആ ബന്ധങ്ങൾ കുറച്ചും കൂടി തീവ്രമാകുമ്പോൾ കല്യാണം കഴിക്കാതെ തന്നെ നല്ല സുഹൃത്തുക്കളായി എന്തുകൊണ്ട് ജീവിച്ചു കൂടാ, അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരിക. അങ്ങനെ ഒരു ചിന്താഗതിയാണ് ഇപ്പോൾ ഈ കുട്ടിയിൽ നമ്മൾ കാണുന്നത്. 27 വയസ്സായി, പക്വതയായി. പക്ഷെ അവൾ ജോലി സ്ഥലത്ത് കണ്ടെത്തിയ ഒരു ചെറുപ്പക്കാരൻ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ IT ഫീൽഡിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ ജോലി ചെയ്യുമ്പോൾ രാത്രികളും പകലുകളും ഒരുമിച്ച് വളരെ മണിക്കൂറുകൾ ഇവരിയ്ക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവർ രണ്ട് മാത്രമായിട്ട് ജോലിയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ചിലപ്പോൾ ലെഷർ ടൈമിൽ മറ്റു കാര്യങ്ങളും അവരുടെ ടേസ്റ്റുകൾ, അവരുടെ ഇഷ്ടങ്ങൾ ഒക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ എന്തുകൊണ്ട് ഈ ആൾ നമുക്ക് ഒരു നല്ല പാർട്ട്ണറാക്കിക്കൂടാ? ബട്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല, രണ്ട് ജാതിയാണ്, അത് അവരുടെ പ്രശ്നമായി അവർ എടുക്കുന്നില്ല. അപ്പോൾ വീട്ടുകാരറിയണ്ട, നമുക്ക് ഒരുമിച്ച് താമസിക്കാം. അതിനകത്ത് 2-3 കാര്യങ്ങൾ അവർ കാണുന്നുണ്ട്. ഒന്ന്, ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കണ്ട. കാരണം ഈ ലിവിങ് ടുഗദറിലുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ മേലെ ആരും ആവശ്യമില്ലാത്തൊന്നും അടിച്ചേൽപ്പിക്കത്തില്ല. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭർത്താവിനെ അനുസരിക്കണം, ഭർത്താവിന് കീഴ്പ്പെട്ട് പോകണം. അല്ലെങ്കിൽ ഭാര്യയെ ഏതെങ്കിലും തരത്തിൽ അവളെയും അനുസരിക്കണമല്ലോ. അപ്പം ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നീയും ഞാനും 2 ഇൻഡിവിജ്വൽസ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, പിള്ളേരും വേണ്ട. പൈസ സ്പെൻഡ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മക്കൾ ഉണ്ടാവണ്ട എന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. ബട്ട് ഈവൻ സെക്സ് ആവാം, എല്ലാ ഇഷ്ടങ്ങളും ആവാം, ഒരുമിച്ച് അവർക്ക് ഫുഡ് കഴിക്കാൻ പോകാം, ഒരുമിച്ച് പടത്തിന് പോകാം. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിത് എൻജോയ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുക. യാതൊരു വിധമായ ഉത്തരവാദിത്വങ്ങൾ അവർ ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ അതൊരു വളരെയേറെ അപകടകരമായ ഒരവസ്ഥയാണ്. ഇപ്പോൾ ഇവരുടെ ഈ പ്രായത്തിൻ്റെ ആ ഒരു ചുറുചുറുക്കിലാണ് ഇവരിത് തീരുമാനിക്കുന്നത്. കുറേ കഴിയുമ്പോൾ ഇവർക്ക് പ്രായമാകും, ഒരു 45-55 ഒക്കെ വയസ്സാകും, ഇവർക്ക് അസുഖങ്ങളാകും. അപ്പോൾ നമുക്ക് കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് നമ്മൾ മരണം വരെയുള്ള ഒരു ബന്ധത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് യൗവനത്തിൽ മാത്രമല്ലല്ലോ കൂട്ടുകാരൻ അല്ലെ കൂട്ടുകാരി, വാർദ്ധക്യത്തിലും മക്കളും കൊച്ചുമക്കളൊക്കെ ഉണ്ടായി നമുക്ക് നമ്മളെ നോക്കാൻ ഭർത്താവ്, ഭാര്യ, അതിനു വേണ്ടിയാണ് ഈ ഫാമിലി എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള ആ ഒരു ഉത്തരവാദിത്വം ഇവർക്ക് ഏറ്റെടുക്കാത്തിടത്തോളം കാലം ഞാൻ മനസ്സിലാക്കുന്ന അവരങ്ങനെയുള്ള ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവരിപ്പോഴത്തെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇപ്പോൾ കല്യാണം വേണ്ട, എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു വലിയ ബേർഡൺ അല്ലേ. അപ്പോൾ അത് ഇപ്പോഴത്തെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. കുറേ കഴിയുമ്പോൾ ഇവർ ചിന്തിക്കേണ്ട ഒരു ഭാഗമെന്ന് പറയുന്നത്, ഇവർക്ക് പ്രായമാകും, അല്ലെ കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ രസം അങ്ങ് പോകും, ഈ പ്രായത്തിൻ്റെ രസം പോകും. നമുക്ക് കുറേ കഴിയുമ്പോൾ മക്കളാണ് നമ്മുടെ രസം. ഒരു പ്രായത്തിൽ കുറേ കൂടെ കഴിയുമ്പോൾ കൊച്ചുമക്കളാണ് രസം. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ നീണ്ടു പോകുന്ന ഒരു കാര്യമാണെന്നും ഇപ്പോൾ അവർ ചെയ്യുന്നത് ടെമ്പററി ആയിട്ട് മാത്രം ഒരു സന്തോഷം കിട്ടുന്നതാണെന്നും അവർ തിരിച്ചറിയാൻ പഠിക്കുക.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്, ഇവരെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ഒത്തിരി പേര് ഇവർക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് കുടുംബജീവിതത്തിന് വളരെയേറെ പ്രാധാന്യവും പവിത്രതയും കൊടുക്കുന്ന ഒരു കൾച്ചറാണ്. ഇവരുടെ ചുറ്റുപാട് നിൽക്കുന്നവർ ഇവരെ ഓർത്ത് ഒറയടിക്കുന്നു, പേരൻസ് ഒറയടിക്കുന്നു. ഇപ്പോൾ അമ്മയുടെ അനിയത്തിയാണ് ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആ കുടുംബ സദസ്സുകളിൽ തന്നെ ഇവളൊരു ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അവളെ ഓർത്ത് നീറുന്ന ഒത്തിരി പേരുണ്ട്. അവൾ എന്തുകൊണ്ടത് റിയലൈസ് ചെയ്യുന്നില്ല? ഇപ്പോൾ എന്നെ സ്നേഹിക്കാൻ കുറേ പേരുണ്ട്, തിരിച്ച് ഞാൻ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി എനിക്ക് ചില കമ്മിറ്റ്മെൻറ്റ്സ് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങളിലേക്ക് ആ കുട്ടി വരണം. ഇതിനകത്തുള്ളത് രാവിലെ എഴുന്നേക്കണ്ട, കഞ്ഞി വെക്കണ്ട, കറി വെക്കണ്ട, പ്രസവിക്കണ്ട, അത് മാത്രമേ ഇവളൊരു സുഖമായിട്ട് കാണുന്നുള്ളൂ. പക്ഷെ അതിനകത്തെ രസം എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അതിനകത്തൊരു സന്തോഷമുണ്ട് മക്കളെ ഉണ്ടാകുമ്പോൾ, അവരെ വളർത്തുമ്പോൾ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് അവൾ ചിന്തിക്കാൻ തുടങ്ങണം. ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് പിന്നെ പാശ്ചാത്യ നാടുകളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. അവർ വേണ്ടെന്ന് വെക്കുന്ന പലതും നമ്മളിപ്പോൾ വേണമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നവീൻ സമാനമായ രീതിയിൽ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്തുകൊണ്ടായിരിക്കും ഇന്നത്തെ യുവജനങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ നീങ്ങുന്നത്? ഇതുപോലത്തെ ലിവിങ് ടുഗദർ കേസുകൾ ഒത്തിരി ഞങ്ങളുടെ ചുറ്റുപാടുകൾ ഞങ്ങൾ കാണുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ, അതിൻ്റെ IT പാർക്കുകളിലും ഒക്കെ കാണുന്നുണ്ട്. മേം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ, ടെൻഷൻ അടിക്കേണ്ടാത്ത ഒരുപാട് അവർ അങ്ങനത്തെ കുറേ ഫ്രീഡം ലഭിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും കാണുന്നത്. പിന്നെ ചിലരെങ്കിലുമൊക്കെ അത് വേണ്ടാന്ന് വയ്ക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റും. അതിലൊരു ബേർഡൻ ഇല്ല. കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ സെപ്പറേഷനും ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടില്ലാത്ത, എന്നാൽ വിവാഹ ജീവിതത്തിൽ സാധാരണ ആൾക്കാർ കാണുന്ന ലൗകികമായിട്ടുള്ള സുഖങ്ങളും ശരീരത്തിൻ്റെതായ സുഖങ്ങളും മാത്രം ആ വിവാഹം ഇല്ലാതെ നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം, അങ്ങനെ സാധിക്കും എന്നൊക്കെയുള്ളത് കണ്ടുകൊണ്ട് ഒത്തിരി പേര് അതിനകത്തേക്ക് പോകുന്നത്. കുറച്ചുകൂടെ വിശ്വാസ പരിശീലനം ബേസിക്കലി കുടുംബത്തിൽ നിന്നും ചെറുപ്പം മുതലേയും കിട്ടാതെ പോകുന്ന ആളുകളായിരിക്കും കുറേയെങ്കിലും ഇങ്ങനെ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്കൊന്നും ആഴമായിട്ടുള്ള ഒരു ബോധ്യമൊന്നുമില്ല എന്താണ് വിവാഹമെന്നും. അതിലെ നന്മകളൊന്നും അവർക്ക് സ്വാംശീകരിക്കാൻ സാധിച്ചിട്ടില്ല. ചെറുപ്പം മുതലേ അങ്ങനെ ഒരു പ്രോപ്പർ കാറ്റഗറീസ് ഒന്നും കിട്ടാതെ പോകുന്ന ആൾക്കാരാണ്. അത് ജീവിതത്തിൽ ഒരുപക്ഷെ അവരുടെ പേരൻസിലൂടെ അവർക്ക് ചിലപ്പോൾ കിട്ടാതെ പോയിട്ടുണ്ടാകും ഒരുപക്ഷെ. അങ്ങനെയുള്ള ആളുകളായി കൂടുതലും ഇങ്ങനെ പോകുന്നത്. അവർക്ക് സഭയുടെ പഠനങ്ങളോ അല്ലെങ്കിൽ ഈ വിവാഹത്തിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ആ ബ്യൂട്ടി, മക്കളുണ്ടായാലുണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ചോ ഒന്നും അവർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ആളുകളാണ് കൂടുതലും ഇങ്ങനത്തെ ഇതിലേക്ക് പോകുന്നതായിട്ട് കാണുന്നത്. എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇങ്ങനെ ജീവിക്കുന്നവരിൽ ഒരു പാർട്ട്ണറായിട്ട് ജീവിക്കുന്നവരിൽ ഒരാൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഭവങ്ങൾ കണ്ടിട്ടില്ലേ? അവർ പിന്നീട് എങ്ങനായിരിക്കാം? അത് ആ ഒരു ബന്ധത്തിലെ നിർബന്ധത്തിന് വഴങ്ങിയോ എന്തെങ്കിലും അങ്ങനെ പോകുന്ന ആളുകളിൽ മറ്റേ കുടുംബം കൂടെ തകരുന്ന ഒരു അവസ്ഥയാണ് കൂടുതലും കാണുന്നത്. വീട്ടുകാർ നിർബന്ധത്തിന് വഴങ്ങിയൊക്കെ പോകുന്ന ഒരു കേസ് അടുത്ത കാലത്ത് കേട്ടതുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ തന്നെ ഒരു IT കമ്പനി ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി, അതിന് ഇതുപോലൊരു ലിവിങ് ടുഗദർ പോലൊരു ബന്ധം ഉണ്ടായിരുന്നു. വീട്ടുകാരെ നിർബന്ധത്തിൽ കല്യാണം കഴിച്ചു. അതിന് ഇപ്പം ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞ് തന്നെയാണ് അത് നടക്കുന്നത്. അപ്പോൾ അത് കുടുംബം തകർച്ചയിലേക്ക് തന്നെയാണ് ഈ ഇങ്ങനത്തെ ബന്ധങ്ങളിൽ പോകുന്നത്. അവരുടെ ജീവിതം മയം പറഞ്ഞ പ്രധാനപ്പെട്ട എനിക്ക് തോന്നിയ കാര്യം, ഒരു പ്രായം കഴിഞ്ഞാൽ രോഗങ്ങളൊക്കെ വന്നു തുടങ്ങുമ്പോഴൊക്കെ ഈ സുഖങ്ങളൊന്നും കിട്ടാതെ വരുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ഉപേക്ഷിച്ച് പോകും. അപ്പം വളരെ താൽക്കാലികമായിട്ടുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ട്, സന്തോഷത്തിന് വേണ്ടി മാത്രം ആളുകൾ ഇതിൻ്റെ പുറകെ പോകുന്നത് പിന്നെ വലിയ തകർച്ചയിലേക്കും വലിയ നിരാശയിലേക്കും ഈ പാശ്ചാത്യ നാടുകൾ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ അവരവസാനം ഡിപ്രഷൻ സ്റ്റേജിലേക്കാണ് ഇങ്ങനത്തെ പല റിലേഷൻഷിപ്പിലും പോയിട്ട് എന്ത് ചെയ്യുന്നത്. അത് അങ്ങനെ കൊണ്ടൊക്കെ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ ലോകത്തിൽ തന്നെ ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ മുഴുവൻ കാണാൻ സാധിക്കുന്ന ആളുകൾ നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. ആളുകൾ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ, ആത്മാർത്ഥമായിട്ടൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാം ഇത് നന്മയിലേക്കല്ല അവസാനം വലിയ തകർച്ചയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അത് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചാൽ യുവജനങ്ങൾക്ക് അവരുടെ ജീവിതം രക്ഷിച്ചെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് മുതിർന്ന തലമുറയോട് എനിക്ക് പറയാനുള്ള, പേരൻസിനോട് അല്ലെ ബന്ധുക്കളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 4-5 വർഷം ഒരു പയ്യനുമായിട്ട് അവൾ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവരെല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, അവളുടെ ശരീരം മനസ്സൊക്കെ ഷെയർ ചെയ്തു. അവിടെ പിള്ളേരുണ്ടാവുന്നില്ല, അല്ലെ സ്വാതന്ത്ര്യം ഉണ്ട്, അത് വേറൊരു വശമാണ്. പക്ഷെ അവരൊരുമിച്ച് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അടുത്തിരിക്കുകയാണ്. അപ്പം 4-5 വർഷത്തോളം ഒരാളുടെ കൂടെ ജീവിച്ചിട്ട് നമ്മൾ അതിനകത്തുനിന്ന് പിടിച്ചോണ്ട് വന്ന് വേറൊരു ബന്ധത്തിൽ ഏർപ്പെടുത്തി കഴിയുമ്പോൾ 2 പേരുടെയും ഫാമിലി പിന്നെയും പോവാം. അത് തീർച്ചയായിട്ടും പോവും. അത്ര നല്ലതായിട്ട് ജീവിക്കാൻ ഇവർക്കാവില്ല. മനുഷ്യരല്ലേ, നമ്മുടെ മനസ്സെന്ന് പറയുന്ന സാധനം അത്ര വളരെ സോഫ്റ്റാണ്. അത് അത്രയ്ക്കും ഹാർട്ടഡ് ഒന്നും അല്ല നമ്മൾ. അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാവാം.
പിന്നെ ഇവരെ രണ്ടിനെയും കൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടുമുണ്ട്. ഇവരെ തന്നെ കൗൺസിലിംഗ് നടത്തി എന്തുകൊണ്ട് അവർക്ക് ഒരു മാരേജിലേക്ക് വന്നുകൂടാ. അപ്പോൾ എല്ലാവരും അംഗീകരിക്കും, നാട്ടുകാർ അംഗീകരിക്കുന്നു, സമൂഹം അംഗീകരിക്കുന്നു, സമുദായം അംഗീകരിക്കുന്നു. അപ്പോൾ അവർക്ക് നല്ലൊരു അഡ്രസ്സ് കിട്ടുന്നു. പിന്നെ മക്കളുണ്ടായി കഴിഞ്ഞാൽ പിള്ളേർക്കും ഒരു അഡ്രസ്സ് കിട്ടുന്നു. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് ഇവരെ തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന 2 കാസ്റ്റാണെന്നുള്ള ഒരു പ്രശ്നമാണ് ഇവരുടെ വീട്ടുകാരുടെ പ്രശ്നം. അപ്പോൾ അതവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ നമുക്ക് അവരെ തമ്മിൽ വേർപെടുത്തി നീ പോരെ വേറൊരുത്തനെ കൊണ്ട് കെട്ടിക്കാന്ന് പറഞ്ഞാൽ അയാളോട് എന്തുമാത്രം വിശ്വസ്തത പുലർത്താൻ ആ കുട്ടിക്ക് സാധിക്കും. അത് പേരൻസ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കുറച്ചും കൂടി ഇതൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ ഫാമിലി സിസ്റ്റം മാറിയതിൻ്റെ ഒരു വലിയ പരിണത ഫലമാണ്. കാരണം പുതിയ ജനറേഷനാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ പണ്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇത്. അപ്പോൾ നമ്മുടെ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിൽ വല്യപ്പച്ചൻ, വല്യമ്മച്ചി, ചിറ്റപ്പന്മാർ, ആൻറ്റിമാർ, നമ്മുടെ ബന്ധങ്ങൾ കുറച്ച് തീവ്രമായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് വേറൊരാളോട് ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. വേറൊരാളുടെ കൂടെ താമസിക്കുന്നതിനെക്കുറിച്ച്, വേറൊരു ആളുമായിട്ട് മനസ്സ് ഷെയർ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മുറിയെ പിള്ളേരെ വളർത്തിക്കൊണ്ട് വരിക. അപ്പോൾ ഈ പിള്ളേർക്ക് ശരിയായ ഒരു മാർഗം കാണിച്ചു കൊടുക്കാൻ പേരൻസ് പരാജയപ്പെടുന്നുണ്ട്. ആ വിശ്വാസ ജീവിതത്തിൽ വളർത്താൻ പരാജയപ്പെടുന്നുണ്ട്. പഠിക്കുക, ജോലി. അപ്പോൾ അവർക്ക് ദൈവം, കുടുംബം, ഇപ്പോൾ നമ്മുടെ സൺഡേ സ്കൂളിലൊക്കെ ഏതാണ്ട് ഹൈസ്കൂൾ തലങ്ങൾ മുതൽ കുടുംബത്തെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടുകൾ പിള്ളേർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവരുടെ ശരീരത്തിൻ്റെ വളർച്ചയെക്കുറിച്ച്, കൗമാരത്തിൻ്റെ ഇതെല്ലാം നമ്മൾ എല്ലാ ക്ലാസ്സുകളും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ സ്ഥായിയായിട്ട് ഇവർക്ക് കിട്ടുന്ന ഒരു 7 വയസ്സ് വരെയുള്ള പ്രത്യേകതകളാണ്. 7 വയസ്സ് വരെ ഒരു കൊച്ചിനെ നന്നായി വളർത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രായമായി കഴിഞ്ഞിട്ട് തരികിട കാണിച്ചാൽ കൊച്ച് തിരിച്ചു വരും. പക്ഷെ ആ 7 വയസ്സ് വരെ ഇതിൻ്റെ ആ പ്രത്യേക പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നടക്കുന്ന ആ ഒരു സമയത്ത് വീട്ടുകാർക്കാണ് ചിന്തിക്കാനായിട്ട്, പിള്ളേരെ കുറിച്ച് കൂടുതൽ കരുതാനായിട്ടാവുക. അപ്പോൾ ആ വീട്ടുകാർ മനസ്സിലാക്കേണ്ട അവർക്ക് എവിടെയെങ്കിലും പരാജയം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ട്രിക്റ്റായ അപ്പനായിരിക്കാം, അപ്പനും അമ്മയും തമ്മിൽ സ്ഥിരം കലഹിക്കുന്ന സാഹചര്യങ്ങൾ. അപ്പം ആ വീട്ടിലൊരു സമാധാനം ഇല്ല കുട്ടിക്ക്. അപ്പം ഈ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് രക്ഷപ്പെടുക, അവിടുന്ന് വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയായിരിക്കും. കാരണം പൈസയുണ്ട്, എല്ലാം 1-ാം തീയതി നല്ലൊരു തുക അക്കൗണ്ടിൽ വരുന്നുണ്ട്. അപ്പം പിന്നെ കറങ്ങി നടക്കാൻ പറ്റും. കാരണം ടൗണിലാണ് ജോലി എപ്പോഴും വരുന്നത്. അപ്പോൾ അതിൻ്റെ സുഖങ്ങൾ. അപ്പോൾ ഈ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം അത് വീട്ടിലേക്ക് എല്ലാ ആഴ്ചയിലും പോവുകയും അല്ലെങ്കിൽ പേരൻസ് ഇങ്ങോട്ട് വരികയും അവരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവുകയും ചെയ്താൽ ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ 4 വർഷമായിട്ട് അവർക്ക് അറിയാൻ മേലാത്ത അവസ്ഥ വരത്തില്ല. പേരൻസ് അറിയണം കുട്ടികളുടെ കൂട്ടുകാരാരാണ്, അവരെവിടെയാണ് പോവുക, ഈവനിങ് എവിടെയാണ് സ്പെൻഡ് ചെയ്യുക, അവരുടെ ഡ്യൂട്ടി ടൈം എപ്പോഴാണ് പേരൻസ് അറിയണം. ജോലിക്ക് വിട്ടതെന്ന് പറഞ്ഞ് ജോലി ഉണ്ടെല്ലാം ആയി എന്ന് പേരൻസ് കരുതേണ്ട കാര്യമില്ല. പേരൻസിന് ഒരു ഉത്തരവാദിത്വം ഉണ്ട്, അത് ഏറ്റെടുക്കണം. അപ്പം നമുക്ക് മനസ്സിലായി 4 വർഷമായിട്ട് ഇപ്പം നമ്മൾ പിന്തിരിപ്പിച്ചുകൊണ്ട് വരാൻ കിടന്ന് കഷ്ടപ്പെടുന്ന എഫേർട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പഠന കാലഘട്ടത്തിൽ തന്നെ ഞാൻ ഈ അടുത്ത് കേട്ട കാര്യങ്ങൾ, അതൊരു കാറ്റഗിസത്തിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻസ് എൻട്രൻസ് കോച്ചിങ്ങിനും അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ വിശ്വാസ പരിശീലനം കിട്ടുന്ന ചെറിയ ചെറിയ വേദികൾ നമ്മളുടെ പാരിഷ് ലെവലിൽ തന്നെയുണ്ട്. ഫാമിലി യൂണിറ്റുകളും ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ പിള്ളേരെ ട്യൂഷനും എൻട്രൻസ് കോച്ചിങ്ങും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് വിടുകയും പിന്നീട് ഇതെന്താണെന്ന് ഒരിക്കലും പോലും കേട്ടിട്ടില്ലാത്ത ഒരാൾക്ക് ഇതിനകത്തൊരു തെറ്റും തോന്നത്തുമില്ലായിരിക്കും. ഇങ്ങനത്തെ റിലേഷൻഷിപ്പിൽ പോകുന്നതിനകത്ത് തെറ്റെന്താന്ന് പോലും അവർ ചോദിക്കും. അപ്പോൾ അവർ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ഒന്നും ഇതല്ല, പഠിത്തത്തിന്റെ ലോകം കാശുണ്ടാക്കുന്ന വഴികളും മാത്രമായിരിക്കും. സഭയോട് ചേർന്ന് നിന്ന് ചിന്തിക്കുന്ന പേരൻസ് ആയിരിക്കില്ല. കാരണം സഭയുടെ വളർച്ചയിൽ പിന്നെ പല സംഘടനകൾ അല്ലെ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ പാരൻസിന് അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ലായിരിക്കും. അപ്പോൾ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇനി ആമ്പിള്ളേരുടെ കൂടെ പള്ളിയിൽ പരിപാടിക്ക് പോയിട്ട് ശരിയാകത്തില്ലായിരിക്കും, കൊയറിന് പോകണ്ട, യൂത്ത് ഇതിനൊക്കെ സെയിമിന് പോകണ്ട, അങ്ങനെ പിറകോട്ട് വലിച്ചിട്ടായിരിക്കും ഇവരിരുത്തി പഠിപ്പിക്കുന്നത്. അപ്പോൾ അതും ഒരു കാരണമാകാം, പേരൻസിൻ്റെ അറിവ് കുറവ്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള പരിപാടികളൊക്കെ വയ്ക്കുന്നത്, എന്തിനാണ് നമ്മൾ ഈ സംഘടനകൾ ഉണ്ടാക്കുന്നത്, അത് പിള്ളേരുടെ ഇങ്ങനത്തെ എനർജി വേറെ വഴിയിലേക്ക് തിരിച്ചു വിടാനായിരുന്നു എന്ന് പേരൻസ് മനസ്സിലാക്കണം. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. നമ്മൾ ഇപ്പോൾ ഈ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയൊക്കെ വരുമ്പോൾ പിള്ളേരെ കൊണ്ട് വഴിയെല്ലാം വൃത്തിയാക്കിക്കും, അങ്ങനത്തെ ഇപ്പോൾ അങ്ങനെയല്ല. കുറച്ച് ഫോട്ടോ ഒക്കെ പത്രത്തിൽ വരാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ പോയി വൃത്തിയാക്കുന്ന. പണ്ട് അങ്ങനെയല്ല. ഒരു സ്കൂളിൽ ഒരു എക്സ്റ്റൻഷൻ വർക്ക് ഉണ്ടെങ്കിൽ കുട്ടികളാണ് ആ കല്ല് മുഴുവൻ ചുമക്കുന്നത്, കുട്ടികളെല്ലാം ജോലി ചെയ്യും. ഇപ്പോൾ പേരൻസ് സമ്മതിക്കത്തില്ല. ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ, ഇപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ് കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പോൾ സ്കൂളുകളിൽ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല ഫുഡാണോ പിള്ളേർക്ക് കൊടുക്കുന്നത്, പേരൻസ് പുറകെ നടക്കുകയാണ്. ബിരിയാണി കൊടുത്തോ അല്ലെ ചോറ് കൊടുത്തോ, അവർക്ക് പരിപ്പോടെയാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ പേരൻസ് സഹിക്കില്ല. പേരൻസ് ബഹളം ഉണ്ടാക്കുകയാണ് ഞങ്ങൾ പിള്ളേർ. അപ്പോൾ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്ന പിള്ളേരാണ് ഈ കുഴപ്പം. അവർക്ക് പ്രശ്നങ്ങൾ നേരിടാൻ പറ്റത്തില്ല.
അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വേണ്ട അവർക്ക്. രാവിലെ എഴുന്നേക്കണ്ട, പിന്നെ അടുക്കളയിലും കയറണ്ട, ജോലിയും ചെയ്യണ്ട. അപ്പം അങ്ങനെ പ്രശ്നങ്ങളെ നേരിടാനായിട്ട് ഉള്ള തൻ്റെ ഇടം, കരുത്ത് ആർജിക്കലാണ് എഡ്യൂക്കേഷൻ. ആ എഡ്യൂക്കേഷൻ ആ പിള്ളേർക്ക് കിട്ടുന്ന വേറെ തരത്തിലാണ്, ജോലിക്ക് വേണ്ടി, പണം സമ്പാദനത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി മാറണം ചെറുപ്പക്കാരുടെ. ഇതൊരമ്മ എഴുതുന്ന കത്താണ്. എൻ്റെ മകൻ ഒരു +2 വിദ്യാർത്ഥിയാണ്. എന്നും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ മുറിയിൽ കയറി കതകടച്ച് പെൻഡ്രൈവിൽ സിനിമകൾ കൊണ്ടുവന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ചോദിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്താൽ ഭയങ്കര ദേഷ്യമാണ്. ഇവനെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും? പല അമ്മമാരുടെ ആശങ്ക ആണ്, ഇപ്പോൾ പിള്ളേരെ കുറിച്ചുള്ള ഒരു വലിയ ആശങ്കയാണിത്. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത്. ഒന്ന്, അമ്മയും അവനും തമ്മിൽ നല്ലൊരു ബന്ധമില്ല. അമ്മ അവൻ എതിർക്കുന്നു, അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, പെൻഡ്രൈവുമായിട്ട് അകത്ത് കയറുന്നെങ്കിൽ കമ്പ്യൂട്ടർ അതിനകത്താണ്. അപ്പം അവന് ആ മുറി, അവൻ്റെ ബെഡ്റൂമിൽ എങ്ങനെയാണ് ഇത് വരിക? അത് വരാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ പേരൻസിനോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, വീട്ടിലെ ടീനേജേഴ്സ് ഉള്ള വീടുകളെല്ലാം, ഏത് വീട്ടിലാണെങ്കിലും TV, കമ്പ്യൂട്ടർ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരിക്കലും അടച്ച ഒരു മുറിയിൽ വെക്കാൻ പാടില്ല. അതെല്ലാവരും കയറി ഇറങ്ങുന്ന ഒരു സ്ഥലത്ത്, അത് വിസിറ്റിംഗ് റൂമിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ, അല്ലെങ്കിൽ ഒരു റൂം, എല്ലാവരും കയറി ഇറങ്ങുന്ന ഒരു സ്ഥലത്ത് ആയിട്ടത് സൂക്ഷിക്കുക. അപ്പോൾ പിള്ളേർക്കൊരു പ്രൈവസി കിട്ടി അതിനകത്തേക്ക് പിള്ളേർ മാറത്തില്ല. ഇപ്പം കഥ കടയ്ക്കാനുള്ളൊരു ടെൻഡൻസി അവന് വരുന്നത് അതുകൊണ്ടാണ്. ചെറുപ്പം മുതലേ ഒരു പക്ഷേ അവൻ ഇതിനകത്ത് ഗെയിം കളിക്കുന്നുണ്ടാവും. അങ്ങനെയാണല്ലോ പിള്ളേർ ശീലിക്കുന്നത്. പിന്നെ കാർട്ടൂൺ കാണുന്നുണ്ടാവും. കാർട്ടൂൺ കണ്ടു, ഗെയിം കളിച്ചു, കുറച്ചും കൂടെ വലുതായപ്പോൾ സിനിമയിലേക്ക് മാറി, അവൻ്റെ പ്രായത്തിനനുസരിച്ച്. ഇപ്പോൾ കൂട്ടുകാർ ആണ് മിക്കവാറും ഇത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരെല്ലാവരും പറയടാ ഇത് നല്ല പടമാണ്, ഈ ഇംഗ്ലീഷ് പടം നല്ലതാണ്, അല്ലെ ഈ പടം നല്ലതാണ്, പിന്നെ പുതിയത് വരുമ്പോൾ എന്നും തിയേറ്ററിൽ കൊണ്ടുപോകുന്നില്ല, +2 ഒക്കെ അല്ലേ. അപ്പോൾ പുതിയ സംഭവങ്ങൾ അവർ ഡൗൺലോഡ് ചെയ്ത് കൊണ്ട് കൊടുക്കുന്നു, അവൻ കാണുന്നു. അത് അവനെ സംബന്ധിച്ചുള്ള അത് കാണുന്നത് ശരിയാണെന്നല്ല. പക്ഷേ ഈ അമ്മയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ സൗകര്യങ്ങൾ ആദ്യമേ അവിടുന്ന് കട്ട് ചെയ്യുക എന്നുള്ളത് അമ്മ ചെയ്യേണ്ട കാര്യമാണ്. അത് വളരെ സ്നേഹത്തോടെ പറഞ്ഞിട്ടാണ് വേണ്ടത്. അല്ലാതെ പെട്ടെന്ന് ഒരു പോലീസ് മുറയിൽ അവൻ്റെ പിറകെ നടന്ന് എല്ലാം കട്ട് ചെയ്യേണ്ട. അപ്പം ഇനി അപ്പയും അമ്മയും കൂടെ തീരുമാനിക്കുന്നു, ഇനി ഇത്തരം സാധനങ്ങൾ നമ്മുടെ ഇവിടെയാണ് ഇരിക്കുക, അപ്പം നിനക്ക് കയറാം, അത് ഇത്ര നേരം കയറാം, ഇത്ര നേരം, അല്ലാതെ നീ പടം കാണരുതെന്ന് പറയരുത്. ആഴ്ചയിലൊരു ദിവസം, ഒരു സെക്കൻഡ് സാറ്റർഡേ വരുമ്പോഴോ, അല്ലെങ്കിൽ സാറ്റർഡേ വരുമ്പോഴോ, അല്ലെങ്കിൽ സൺഡേ വരുമ്പോഴോ നീ ഒരു പടം കണ്ടോ. പടം ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് പറയേണ്ട. പിള്ളേർ സിനിമ കാണണം, അത് ന്യായമായ കാര്യങ്ങളാണ്. അപ്പോൾ സിനിമയും കാണാതെ ഒന്നും കാണാതെ പിള്ളേർ പഠിക്കുന്ന മാത്രം വെച്ച് പഠിപ്പിക്കണ്ട. ന്യായമായിട്ട് ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാം പിള്ളേർ അറിയട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അവർ ഏത് തരം സിനിമ കാണുന്നു, സിനിമ തന്നെയാണോ കാണുന്നത്, ഈ പെൻഡ്രൈവിൽ കൊണ്ടുവന്നത് സിനിമ തന്നെയാണോ എന്ന് എങ്ങനെ ഉറപ്പുവരുത്തും? ഇതിപ്പോൾ കഥ അടിച്ചിട്ട് അവൻ കാണുകയാണ്, അത് അമ്മയ്ക്ക് അറിയില്ല. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ആശങ്ക വരുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പം ഈ പ്രായത്തിലുള്ള പിള്ളേരോടും എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ട് നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന് അഡിക്റ്റ് ആകും. ഈ മദ്യപാനം പോലെ തന്നെ വലിയൊരു വിപത്താണിത്. മദ്യപാനികൾ അതിന് അഡിക്റ്റ് ആകുന്നത് പോലെ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിനിമയ്ക്ക് അഡിക്റ്റ് ആകുന്നതും, ഈ നിലച്ചിത്രങ്ങൾക്ക് അഡിക്റ്റ് ആകുന്നത്, പിന്നെ ഈ ഹോമോസെക്ഷുവാലിറ്റി, മാസ്റ്റർബേഷൻ, ഇതെല്ലാം ഈ പ്രായത്തിലുള്ള പിള്ളേർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർ തുടങ്ങുന്ന ഈ സമയത്താണ്. അപ്പം അതുകൊണ്ട് ആ മുറിയിൽ കയറി വളരെയേറെ നേരം ചെലവഴിക്കാൻ അവനെ അനുവദിക്കാതിരിക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അത് സ്നേഹത്തോടെ അവനെ പുറത്തേക്ക് ഇറക്കി വിടുക. എന്തെങ്കിലും കളിക്കാൻ പോകാൻ പറയാം, ക്രിക്കറ്റ് കളിക്കാൻ പോട്ടെ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും കളിക്കാൻ പോകാനായിട്ട് അവന്. ഒറ്റ മകൻ മാത്രമുള്ള കേസൊക്കെ ആകാം. ഒറ്റ മകൻ മാത്രമുള്ളെങ്കിൽ അവന് ഫ്രണ്ട്സ് കാണുമല്ലോ, ആരെങ്കിലും കാണും, അതിലൊക്കെ എവിടെയെങ്കിലും കാണാതിരിക്കത്തില്ല. പിന്നെ അല്ലെങ്കിൽ അമ്മ കളിക്കണം, ബാറ്റ് കളിക്കണം, അമ്മ കുറച്ച് നേരം കളിക്കട്ടെ, വൈകിട്ട് അമ്മയും അപ്പയും ആരെങ്കിലും കളിക്കട്ടെ അവൻ്റെ കൂടെ. ആ സാഹചര്യം അത് അമ്മമാർ തന്നെ ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ പരിണതഫലങ്ങളാണ്. മാതാപിതാക്കൾക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കുട്ടികളോട് നേരിട്ട് പറയാനും അവരെ പേടിയാണ്. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം സ്കൂളിലേക്കാണ് കൊണ്ടുവരുന്നത്. വീട്ടിലിരുന്ന് പെൻഡ്രൈവ് കുത്തി TV കാണുന്നതും സിനിമ കാണുന്നതും ഇങ്ങനെയുള്ള പല കേസുകളും കംപ്ലൈൻ്റ് ആയിട്ട് വന്ന് പറയുന്നത് സ്കൂളിലാണ്. അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ വീട്ടിൽ കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങൾ വീട്ടിൽ തന്നെ കൺട്രോൾ ചെയ്യണം. അത് നമ്മുടെ പഴയ ഒരു സിസ്റ്റം അല്ലല്ലോ. പണ്ട് പിള്ളേരെല്ലാം ഒരു മുറിയിൽ, പേരൻസ് ഒരു മുറിയിൽ, അങ്ങനെയൊക്കെ ഉറങ്ങുക. പെൺകുട്ടികൾ ഒരു മുറിയിൽ, ആൺകുട്ടികൾ ഒരു മുറിയിൽ, വേറെ മുറിയില്ലാഞ്ഞിട്ടല്ല. ചേട്ടത്തിയനിയത്തിമാരെല്ലാം ഒരു മുറിയിൽ കിടത്തുന്ന, അവർ തമ്മിൽ ഒരു ഷെയറിങ് ഉണ്ട്. ആൺപിള്ളേർ ചേട്ടനിയന്മാർ മുറിയിൽ, അതിന് മാത്രം പിള്ളേരും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചേട്ടനിയന്മാരുടെ മക്കളുണ്ടായിരുന്നു. ഇനി എല്ലാ ദിവസവും ഇല്ലെങ്കിൽ പോലും അവധിക്കാലത്തെങ്കിലും വരുമായിരുന്നു. അപ്പം അവർക്ക് പറയാൻ വേറെ വിഷയങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനല്ല. നമ്മൾ വീട് പണിയുമ്പോഴേ തന്നെ ഇത് മോൻ്റെ മുറി, ഇത് മോടെ മുറി, ഇത് മമ്മിയുടെ മുറി, ഇത് പപ്പായുടെ മുറി.
പപ്പയ്ക്കും മമ്മിക്കും കൂടെ ഒരു മുറിയല്ല. ഓക്കെ, അപ്പോൾ എല്ലാം ബാത്റൂം അറ്റാച്ച്ഡായി, അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്തു, അതിനകത്ത് കമ്പ്യൂട്ടർ കൊടുത്തു, വേണേൽ ഒരു TV കൊടുത്തു, ഇവർക്ക് AC റൂം കൊടുത്തു. ഈ സൗകര്യങ്ങളെല്ലാം പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് അവസാനം കിടന്ന് പിള്ളേർ അത് ചെയ്യുന്ന ഇത് ചെയ്യുന്നതെന്ന് പറയുന്നു. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന ഒരു ഭാഗം അതാണ്, ഈ പാശ്ചാത്യ നാടുകളിലെ പോലെ ഈ പിള്ളേരുടെ റൂമിന് ലോക്ക് വയ്ക്കാതിരിക്കുക, തുറന്നു കിടക്കട്ടെ, അവരടയ്ക്കണ്ട. അതൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ മകന് നല്ല ഒരു കൂട്ട് എവിടെയെങ്കിലും വേണം. അമ്മയോ അപ്പന് കൂട്ടാകാം, ആൺപിള്ളേരല്ലേ, ആൺപിള്ളേരുടെ കൂട്ടായിട്ട് അപ്പനാകാം. അപ്പൻ സ്ഥലത്തുണ്ടെങ്കിൽ കുറച്ച് സമയം അവനോട് സ്പെൻഡ് ചെയ്യണം, കളിക്കാൻ സ്പെൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ സംസാരിക്കാൻ സ്പെൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ അവർ TV കണ്ടിരുന്നത് ആനുകാലിക ന്യൂസൊക്കെ കണ്ട് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം, ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ, അപ്പനും മോനും കൂടെ. അല്ലെ വെറുതെ ഒരു നടക്കാൻ കൊണ്ടുപോകാം മോനെ. അങ്ങനെ അവനൊരു നല്ല ബന്ധങ്ങൾ അപ്പനും അമ്മയായിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ രഹസ്യമായ കാര്യങ്ങളിലേക്ക് പോവില്ല, എല്ലാം തന്നെ പാരൻസിനോട് പറയും. നവീൻ, ഇവിടെ ഈ അമ്മ പറയുന്നുണ്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവന് ഭയങ്കര ദേഷ്യമാണെന്ന്. ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? അവരുടെ സ്വാതന്ത്ര്യത്തെ അവർ ബ്രീച്ച് ചെയ്യുന്നുള്ള സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും പക്ഷേ അവർ ദേഷ്യപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മാം നേരത്തെ പറഞ്ഞ പോലെ ആ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് തന്നെ അവർക്ക് മറ്റ് മേഖലകളിലേക്ക് അവരുടെ എനർജി തിരിച്ചുകൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് കുറച്ച് നല്ലത്. അല്ലാണ്ട് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു പ്രായം ഒരു പക്ഷേ കഴിഞ്ഞു എന്ന് തോന്നുന്നു മാം നേരത്തെ പറഞ്ഞത്. അവർക്ക് മറ്റ് അവരുടെ റിയൽ താല്പര്യങ്ങളുള്ള മറ്റ് മേഖലകളിലേക്ക്, ഇപ്പം കമ്പ്യൂട്ടറിൽ തന്നെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പം എഡിറ്റിംഗ് സംഭവങ്ങളാണ്, അപ്പം ആനിമേഷൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനത്തെ ടൂൾസ് അവർക്ക് ആ സോഫ്റ്റ്വെയർ ആ റൂമിൽ നിന്ന് മാറ്റിയിട്ട് കോമൺ ഏരിയയിൽ കൊണ്ടുവച്ചിട്ട് അങ്ങനത്തെ സാധനങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് അത് പഠിച്ചെടുക്കാം, ആനിമേഷൻ ചെയ്യാനുള്ള. അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പം തൊട്ടടുത്ത് കളിക്കാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ക്ലബ്ബുകളിലേക്ക് അവരെ നമുക്ക് അന്വേഷിച്ചാൽ നല്ല സ്ഥലങ്ങൾ കിട്ടും. ഒത്തിരിയധികം ബുദ്ധിമുട്ടില്ലാതെ ടൗൺ ഏരിയ ഒക്കെയാണ് ഉറപ്പായിട്ടും കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ അവരെ ആ ലെവലിലേക്ക് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ഈ ഇങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് മാറിക്കിട്ടുകയും ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകുമ്പോൾ അതിനെ തടസ്സം നിൽക്കുമ്പോഴേ ദേഷ്യം കൂടുതലായിട്ട് ഉണ്ടാകുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവരെ ഫ്രീ ആക്കാനായിട്ട് അവർ പോലും അറിയാതെ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് അതിൽ നിന്ന് മോചനം കിട്ടുമായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ ഫ്രീഡത്തെ അവർ മാനിക്കുന്നതായിട്ടും ഫീൽ ചെയ്യുമ്പോൾ അവരുടെ ദേഷ്യം മാറുന്നു. പിന്നെ എക്സ്ട്രീം കേസുകളൊക്കെ ഒരുപക്ഷെ മാമിനെ പോലുള്ള ആളുകൾക്ക് കൗൺസിലിങ്ങിലൂടെയൊക്കെ മാറ്റിയെടുക്കാനായിട്ട്. ദേഷ്യം എന്ന് പറയുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. അതായത് അവൻ പർപ്പസ്ഫുള്ളി അവൻ്റെ അമ്മേനെ എതിർക്കാൻ വേണ്ടി, അവൻ ചെയ്തത് ശരിയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അവൻ്റെ മനസ്സ് നടത്തുന്ന ഒരു നാടകമാണത് ദേഷ്യം. ദേഷ്യപ്പെട്ട പിന്നെ അമ്മ പറയല്ലോ, അമ്മ പേടിക്കും, അവനെ അങ്ങ് പേടിക്കും, അവനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് അവൻ. പിന്നെ ഈ ദേഷ്യം കുറയ്ക്കാൻ ഒത്തിരി മാർഗങ്ങളുണ്ട്. ആ പിള്ളേരെ യോഗ ക്ലാസ്സിന് വിടാം, കറാറ്റെ കുങ്ഫു പോലെയുള്ള ക്ലാസ്സിന് വിടാം, അവരെ ധാരാളം വെള്ളം കുടിപ്പിക്കാം, അവരെ പ്രാർത്ഥനാ ശീലമുള്ളവരാക്കാം, നല്ലൊരു ലൈബ്രറി വീട്ടിലുണ്ടാക്കി കൊടുത്ത് ധാരാളം വായനാശീലത്തിലേക്ക് വിടാം. വീടുകളിൽ അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല. നമുക്ക് വീട്ടിൽ കിടക്കുന്ന പുസ്തകങ്ങൾ തന്നെ ഒന്ന് അടുക്കി പെറുക്കി എടുത്താലും ഒരു ലൈബ്രറി അവിടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അവനെ കൊണ്ട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ പിന്നെ മ്യൂസിക് ക്ലാസ്സിന് വിടാം, ഓർഗൻ വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ അവൻ വേണ്ടതിനും കാണിക്കാതെ വേറെ കാര്യങ്ങളിലേക്ക് വരും. അപ്പം അങ്ങനെ ഏതെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ തിരിച്ചു വിടുമ്പോൾ അവരുടെ ദേഷ്യം കുറയും. അവരെ അക്സെപ്റ്റ് ചെയ്യുക പരസ്യമായിട്ട്, എപ്പോഴും വഴക്ക് പറഞ്ഞ് പുറകെ നടക്കാതെ. അവൻ നല്ലത് ചെയ്യുന്നുണ്ടായിരിക്കും, നല്ലത് ചെയ്യുമ്പോൾ ഉറക്കെ പറയുക, എല്ലാവരോടും പറയുക. തെറ്റ് ചെയ്യുമ്പോൾ അത് പതുക്കെ അവനെ വിളിച്ചിരുത്തി ഉപദേശിച്ചു കൊടുക്കുക, അവനെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്താതിരിക്കുക. അവൻ നല്ല കൊച്ചായിക്കോളും. നമ്മുടെ ബന്ധങ്ങളാവണം നമ്മുടെ സമ്പത്ത്. ഹൃദയത്തിൽ നിന്ന് എന്തു വരുന്നോ അത് തന്നെയാവും ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെടുന്നത്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയും ഞങ്ങൾക്ക് തുറന്നെഴുതുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കാലിക്കറ്റ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരേക്കും നന്ദി.